അമ്മ ഇതുപോലെ മരിച്ച് വീട്ടിൽ വെച്ചാണ് അമ്മ മരിച്ചത്. ഇനി നമുക്ക് വേറെ ആരുമില്ല. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തി മാത്രമേ ഇനി ഉള്ളൂ. പിന്നെ സംരക്ഷിക്കാൻ നമ്മുടെ ബന്ധുക്കൾ പോലും ഇല്ല. ആകെപ്പാടെ ഉണ്ടായിരുന്ന അച്ഛനാണെങ്കിൽ ചെറുതിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ആരുമില്ല. അമ്മയെ കൊന്നവൻ്റെ വണ്ടിയാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചാണ് അമ്മയെ കൊന്നത്. കുട്ടികളുടെ എതിർപ്പ് വകവയ്ക്കാതെ റീജ പ്രമോദിനെ രണ്ടാം വിവാഹം കഴിക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല അവൻ്റെ കണ്ണുകൾ തൻ്റെ പെൺകുഞ്ഞിന് നേരെയും പതിയുമെന്നോ. ആട്ടി ഓടിച്ചു വിട്ടെങ്കിലും അവൻ റീജയെ വെറുതെ വിട്ടില്ല. അനാഥമായത് 2 പാവം കുഞ്ഞുങ്ങൾ. വ്യാഴാഴ്ച ഇതുപോലെ അമ്മ വന്നില്ല വീട്ടിൽ. അമ്മ വ്യാഴാഴ്ച വരാതെ ഞാൻ നോക്കിയപ്പോഴും അമ്മ വന്നില്ല. പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഞാൻ വിചാരിച്ച് അമ്മയാണെങ്കിൽ വലിയമ്മയുടെ കളക്ഷൻ അമ്മ കളക്ഷൻ ജോലിക്കാണ് അമ്മ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തെ കളക്ഷൻ എടുത്തിട്ട് വലിയമ്മയുടെ വീട്ടിലായിരിക്കും അമ്മ പോകാൻ വിചാരിച്ച്. അന്ന് ഞാനും ആ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയാണ് ആ വീട്ടിൽ നമ്മൾ ഉറങ്ങിയത്. ഒന്നും കഴിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വയറോടെ പല്ലും തേച്ച് കുളിച്ച് നേരെ സ്കൂളിലും പോയി. വൈകുന്നേരത്ത് വന്നിട്ട് 7 ആയപ്പോഴും അമ്മയെ കണ്ടില്ല. അതിന് മുമ്പ് ഞാൻ ഈ വീട്ടിൽ വന്ന് കതവിലിങ്ങനെ തട്ടി നോക്കി. ഈ ഡോർ ഇതിലേ കൂടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് തുറന്ന് ഈ ഡോർ തുറന്ന് അകത്ത് കയറാം. വീണ്ടും ഹാളിൽ കയറാനാണെങ്കിൽ വേറെ ഡോറാണ്. അത് ഞാൻ കുറേ ഇടിച്ച് നോക്കി. കഥ തുറടാന്ന് കുറേ പറഞ്ഞ്. അപ്പോഴൊന്ന് ഇവർ രണ്ടുപേരും മരിച്ച് കിടക്കണം. ഞാൻ അറിഞ്ഞില്ല. അതിന് ശേഷമാണ് വീണ്ടും ഞാൻ 6:30 ആയിട്ട് വീണ്ടും വന്ന് തുറന്ന് നോക്കിയപ്പോഴും ഇവിടെ മൊത്തം ഇരുട്ട്. ഞാൻ പേടിച്ച് ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നിനക്ക് എങ്ങനെ അറിയായിരുന്നു? അമ്മ മുമ്പ് ഇതുപോലെ ഇവരെ കൂടെ ആയിരുന്നു. അപ്പോൾ ഈ വീടൊക്കെ എനിക്കറിയാം. അപ്പോൾ അമ്മ ഇവിടെ വരുമെന്ന് വന്ന് ചെറിയ ഡൗട്ട് അടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഡോറ് തുറന്ന് തട്ടി നോക്കിയത്. ഈ അമ്മയെ ഇയാൾ രണ്ടാമത് കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ചിട്ട് ഈ പുള്ളി കൊല്ലാനുള്ള കാരണം എന്തായിരിക്കും? കൊല്ലാനുള്ള കാരണം ആ പുള്ളിക്കാരനാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ഇന്ന് അറസ്റ്റ് വാറണ്ടാണ്. ഇന്ന് ആ പുള്ളിക്കാരന് അറസ്റ്റ് വാറണ്ടാണെന്ന്. അങ്ങനെ കേസ് പോലീസ് പിടിച്ച 20 വർഷത്തെ ഒരു തടവാണ്. അതുകൊണ്ടാണ് ഞാൻ ആളുകൾ പറഞ്ഞാണ് കേട്ടത് 20 വർഷം തടവാണ്. ആ തടവ് ഉണ്ടായിരിക്കും അമ്മയെ കൊന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവിനറിയാം. അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അമ്മയായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി ഇയാൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പോസ്കോ ആയിട്ടുണ്ട്. പോക്സോ കേസായിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ ആയിരിക്കും. സീരിയസ് പ്രോബ്ലം ഒന്നും എനിക്ക് നേരെ അറിഞ്ഞൂടാ. അപ്പോൾ അമ്മയെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് കൊന്നാണെന്നാണ് പറയുന്നത്? കൊന്നാണെന്നാണ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അല്ല, നിലവിൽ ഇവർ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നല്ലോ. അപ്പോഴും അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി? അപ്പോഴും അടിയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒത്തിരി പ്രശ്നമായിരുന്നു. അതിനുശേഷമാണ് കേസായത് ഇറക്കി വിട്ടത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ഈ അനിയത്തിയുടെ പ്രശ്നത്തിലാണ് ഇറക്കി വിട്ടത്? അപ്പോൾ ആള് ഇങ്ങനത്തെ സ്വഭാവക്കാരനാണ്? വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണ്? വൃത്തികെട്ട സ്വഭാവമാണ്. പക്ഷേ അച്ഛനും അമ്മ ഇല്ലാന്ന് പറഞ്ഞാണ് അമ്മ വീട്ടിൽ വിളിച്ചത്. രണ്ടാം കെട്ട കല്യാണം കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നല്ലേ അതിനകത്ത്? എതിർപ്പാൻ കൊച്ചു കുട്ടികളില്ലേ നമ്മൾ, ബുദ്ധിയൊന്നും ഇല്ലാത്ത പ്രായം. അങ്ങനെ. എത്രാമത്തെ വയസ്സിലാണ് ഈ പോക്സോ കേസ് അനിയത്തിക്ക് വന്ന് അവള് ഒരു 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്? 6ൽ. ഇതറിഞ്ഞിട്ടും പിന്നെ എന്തിനായിരിക്കും അമ്മ ഇവിടെ വന്നത്? വന്നെന്ന് പറഞ്ഞാൽ അത് അമ്മ അതിനുശേഷം 1.5 മാസം വരെ ഗ്യാപ്പിട്ടാണ് നിന്നത്. രണ്ടുപേരും ഗ്യാപ്പിട്ടാണ്. പക്ഷേ അമ്മ ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങി. ഇവിടെ കുരുതങ്കോട് വന്ന് ജംഗ്ഷനിൽ ഇറങ്ങി നടന്നു വന്നപ്പോഴായിരിക്കും വല്ലതും വിളിച്ച് സ്നേഹത്തോടെ വല്ലതും വിളിച്ച് വന്നതായിരിക്കും. അപ്പോഴും ഒന്ന് വിളിച്ച് ഇതുപോലെ. ഇയാൾ ഇങ്ങനെ ഭീഷണി വല്ലതും മുമ്പുണ്ടായിരുന്നു? ഇല്ല, ഭീഷണി അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാൽ അമ്മ എൻ്റെ അടുത്തൊന്ന് പറയും. വീട്ടിലോട്ട് അയാൾ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളില്ല? ഒരിക്കൽ എന്തെങ്കിലും മുകളിൽ ഡോറൊന്നുമില്ലായിരുന്നു. ഡോർ അതുവഴി ഇറങ്ങി വന്ന് ജയിലിൽ നിന്ന് എന്തെങ്കിലും ഇറങ്ങിയപ്പോൾ വേറെ ഗ്യാസിൽ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇറങ്ങി പോടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നേരെ അങ്ങ് പോയി. അയാൾ അമ്മയെ കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യായിരുന്നു? അമ്മയെ കൊന്നിട്ട് ആണ് അയാൾ കെട്ടി തൂങ്ങി ചത്തത്. പിന്നെ ഞാൻ മുമ്പ് അമ്മ ഇതുപോലെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ച് വരുത്ത്. അമ്മ ഇതുപോലെ അച്ഛൻ ഇതുപോലെ വെള്ളം അടിച്ചുകൊണ്ട് വന്ന് അമ്മ ദേഹോപദ്രവമൊക്കെ ചെയ്യും. അങ്ങനെ വീട്ടിലെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് അമ്മ ഇറക്കി വിട്ടത്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛൻ ഇതുപോലെ വന്നാൽ നമ്മളെ നോക്കും, എന്നെ എൻ്റെ അനിയത്തിയെ നോക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് എനിക്ക്. പഠിക്കണ്ടേ ഇനി അങ്ങോട്ട്? ഇനി അങ്ങോട്ട് പഠിക്കണം. പഠിക്കാൻ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? അനിയത്തിയെ നോക്കി നിനക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പറ്റും, അതൊക്കെ പറ്റും. അപ്പോൾ എന്തെങ്കിലും ബന്ധുക്കളാരും ഇല്ല? ബന്ധുക്കളാരും സഹായത്തിനൊന്നും ഇല്ല നമുക്ക്. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? ഇനി ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഞാൻ പറയുന്നത് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഈ വാർത്ത എവിടെ വെച്ച് കാണണമെങ്കിൽ അച്ഛൻ വന്ന് എന്നെ എൻ്റെ അനിയത്തിയും സംരക്ഷിക്കണം. അച്ഛൻ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉപേക്ഷിച്ച് പോയ അച്ഛനല്ലേ? ആ അച്ഛൻ ഇനി സ്നേഹം കാണുമോ? തിരിച്ചു വന്നാൽ നോക്കുമോ? എനിക്ക് എൻ്റെ ഉറപ്പ് സ്നേഹം കാണുമെന്നാണ്. എനിക്കും എൻ്റെ അനിയത്തിക്ക് സംരക്ഷിക്കും. അപ്പോൾ അച്ഛനെ എങ്ങനെ കോൺടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറയണമെന്ന് വെച്ചാൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വരാം എന്നാണ് നാട്ടുകാർ പറയണത്. ഇനി നമുക്ക് വേറെ ആരുമില്ല. ആകപ്പാട് ആശ്രയമായിട്ടുണ്ടായിരുന്ന ഒരു അമ്മയാണ്.
ആ അമ്മയും ഇതായത് ഈ പ്രമോദ് എന്ന് പറയുന്ന ഇയാൾ കൊന്നു. ഇനി എനിക്കും എൻ്റെ അനിയത്തിക്കും ആകപ്പാട് ആശ്രയമായിട്ടുള്ള എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഈ വാർത്ത എവിടെ വെച്ച് കാണണമെങ്കിൽ നമ്മൾ രണ്ടുപേരും വന്ന് സംരക്ഷിക്കണം.